ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പൂർവ്വമാതാവായ അബിഗായിൽ. പലരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ വിശുദ്ധരെ നമ്മൾ ഓർക്കാത്തത്? ആര് പറഞ്ഞു ഓർക്കുന്നില്ലെന്ന്? പഴയ നിയമത്തിലെ വിശുദ്ധരെയും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓർക്കുന്ന ഒരു വിശുദ്ധരെയാണ് അബിഗായിൽ. ദാവീദിൻ്റെ ഭാര്യയായിരുന്ന അബിഗായിൽ. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അബിഗായിലിനെ കുറിച്ചുള്ള ഒരു സംഭവം ഷെമുവേലിൻ്റെ 1-ാം ഗ്രന്ഥം 25-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് വായിക്കാം. വ്യാഖ്യാനമില്ല, ആ സംഭവം ഞാനൊന്ന് വായിക്കാം. പല കാര്യങ്ങളും അതിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ആ വിശുദ്ധയുടെ ജീവചരിത്രം കുറച്ച് ഭാഗമുള്ളത് ബൈബിളിലുള്ളത് നമുക്കത് വായിക്കാം. അബിഗായിൽ, ദാവീദിൻ്റെ ഭാര്യയായ അബിഗായിൽ. 1 സാമുവേൽ 25-ാം അധ്യായം 2 മുതൽ. മാവോനിൽ ഒരാളുണ്ടായിരുന്നു. അവൻ്റെ വ്യാപാരമെല്ലാം കർമ്മലയിലായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവൻ കർമ്മലിൽ വെച്ചാണ് ആട്ടിൻരോമം കത്തിരിക്കുന്ന ഉത്സവം നടത്തിയിരുന്നത്. അവൻ്റെ പേര് നബാൽ. അവൻ്റെ ഭാര്യയുടെ പേര് അബിഗായിൽ. അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഒരു മുരടനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശജനായിരുന്നു. നാബാൽ ആടുകളുടെ രോമം കത്തിരിക്കുകയാണെന്ന് ദാവീദ് മരുഭൂമിയിൽ വെച്ച് കേട്ടു. ദാവീദ് 10 ചെറുപ്പക്കാരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ കർമ്മലിയിൽ നാബാലിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവനെ അഭിവാദനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയണം: സമാധാനം, നിനക്കും നിൻ്റെ ഭവനത്തിനും സമാധാനം, നിനക്കുള്ള സകലതും നന്നായിരിക്കട്ടെ. ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം നടത്തുകയാണ് നീ എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മലയിൽ ആയിരുന്ന കാലമെല്ലാം അവരുടേതായ യാതൊന്നും കാണാതെ പോയതുമില്ല. നിന്റെ ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കൂ, അവരും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തും. അതിനാൽ ഈ യുവാക്കളോട് ദയ തോന്നണം. ഒരു വിശേഷ ദിവസമാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കൈവശമുള്ളത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിന് ചെറുപ്പക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ നാമത്തിൽ അറിയിച്ചു കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചു, ആരാണ് ഈ ദാവീദ്? ഇസായിയുടെ മകൻ ആര്? യജമാനന്മാരിൽ തെറ്റിപ്പിരിഞ്ഞ് പോകുന്ന ദാസന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്നവർക്കായി ഞാൻ ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണോ? ദാവീദിന് ചെറുപ്പക്കാർ മടങ്ങി വന്ന വിവരമെല്ലാം ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട് പറഞ്ഞു, എല്ലാവരും വാൾ അരയിൽ കെട്ടുവിൻ. അവരെല്ലാവരും വാൾ അരയിൽ കെട്ടി. ദാവീദും വാൾ അരയിൽ കെട്ടി. ഏകദേശം 400 പേർ ദാവീദിൻ്റെ കൂടെ പോയി. 200 പേർ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി. അതിനിടയ്ക്ക് യുവാക്കളിൽ ഒരുവാൾ നാബാലിന്റെ ഭാര്യയായ അബിഗായിലിനോട് പറഞ്ഞു, ദാവീദ് നമ്മുടെ യജമാനന്റെ വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. അവനോ അവരെ ശകാരിച്ച് തിരിച്ചയച്ചു. അവർ നമുക്ക് വലിയ ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോട് കൂടെ വസിച്ചിരുന്ന കാലത്ത് ഒരിക്കലും അവർ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്കൊരു കോട്ടയായിരുന്നു. ആകയാൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. നമ്മുടെ യജമാനനും അവൻ്റെ സകല ഭവനത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവിയായതിനാൽ അവനോട് ആർക്കൊന്നും മിണ്ടിക്കൂടാ. ഉടനെ അബിഗായിൽ 200 അപ്പവും 2 തോൽക്കടും വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്ക മുന്തിരിക്കൊലയും അത്തപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി അവൾ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പേ പോവുക, ഞാനിതാ പിന്നാലെ വരുന്നു. തൻ്റെ ഭർത്താവായ നാബാലിനോട് അവളൊന്നും അറിയിച്ചില്ല. അവൾ അബിഗായിൽ കഴുതപ്പുറത്ത് കയറി മലയടിയ വാരത്തിൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് ദാവീദും അവൻ്റെ ആളുകളും അവൾക്കെതിരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. ദാവീദ് പറയുകയായിരുന്നു, മരുഭൂമിയിൽ അവന് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ സൂക്ഷിച്ചത് വെറുതെ ആയല്ലോ. അവൻ്റെ വകയായതൊന്നും കാണാതെ പോയതുമില്ല. അവനാകട്ടെ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. അവന് സകല പുരുഷന്മാരിലും ഒരാണിനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ ബാക്കി വെച്ചാൽ ദൈവം ദാവീദിന് ജീവൻ എടുക്കട്ടെ, അതിലധികവും ചെയ്യട്ടെ. അബിഗായിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണനേരം കൊണ്ട് കഴുതപ്പുറത്ത് നിറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, പ്രഭോ, ഈ തെറ്റ് എൻ്റെ മേലിരിക്കട്ടെ. അങ്ങയുടെ ദാസി ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ ഗണ്യമാക്കരുതേ. പേര് പോലെ തന്നെയാണ് സ്വഭാവം. നാബാൽ എന്ന അവൻ്റെ പേര് പോലെ തന്നെ ഭോഷത്വം മാത്രമേ അവൻ്റെ പക്കലുള്ളൂ. അങ്ങ് അയച്ച ചെറുപ്പക്കാരെ ഈ ദാസി കണ്ടില്ലായിരുന്നു. ആകയാൽ യജമാനനെ രക്തപാതകവും അങ്ങയുടെ സ്വന്തം കൈകൊണ്ടുള്ള പ്രതികാരവും തടഞ്ഞതിനാൽ ജീവിക്കുന്ന യാഹ്വയാണേ, അങ്ങയുടെ ജീവനാണേ, അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെ ആയി തീരട്ടെ. ഇപ്പോൾ യജമാന്റെ അടുക്കൽ ഈ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച്
യജമാന്റെ പരിചാരകരായ ചെറുപ്പക്കാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ. യാഹ്വേ അങ്ങയ്ക്ക് സ്ഥിരമായൊരു ഭവനം പണിയും. യാഹ്വേയുടെ യുദ്ധങ്ങളാണല്ലോ യജമാനൻ നടത്തുന്നത്. ആഴ്കാലത്ത് ഒരിക്കലും അങ്ങിൽ ദോഷമുണ്ടാകില്ല. മനുഷ്യൻ അങ്ങേ പിന്തുടർന്ന് അങ്ങയ്ക്ക് ജീവഹാനി വരുത്താൻ തുനിഞ്ഞാലും യജമാന്റെ പ്രാണൻ ദൈവമായി യാഹ്വയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അങ്ങയുടെ ശത്രുക്കളുടെ പ്രാണനെ കവണയേറിലെ കല്ലെന്ന പോലെ തെറിപ്പിച്ച് കളയും. യാഹ്വേ യജമാനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്ന് അങ്ങയെ ഇസ്രായേൽ രാജാവായി നിയമിക്കുമ്പോൾ അകാരണമായ രക്തം ചിന്തിയെന്നോ യജമാനൻ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയോ മനസാക്ഷിക്കുത്തോ അങ്ങയ്ക്ക് ഉണ്ടാവുകയില്ല. യാഹ്വേ അങ്ങയ്ക്ക് നന്മ വരുത്തുമ്പോൾ ഈ ദാസിയെയും ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, എന്നെതിരേൽക്കാൻ നിന്നെ ഇന്ന് അയച്ച ഇസ്രായേൽ ദൈവമായ യാഹ്വേ വാഴ്ത്തപ്പെടട്ടെ. നിന്റെ വിവേകം സ്തുത്യർഹം. രക്തപാതകത്തിൽ നിന്നും സ്വന്തം കൈയാൽ ചെയ്യാനിരുന്ന പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നീ ബന്ധപ്പെട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേൽ ദൈവമായ യാഹ്വയാണ്. നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിനെ ശേഷിക്കില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് അവളുടെ കയ്യിൽ നിന്ന് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പോവുക. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു. അബിഗായിൽ നാബാലിന്റെ അടുക്കലെത്തിയപ്പോൾ അതാ അവൻ തന്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുന്നു. ലഹരി പിടിക്കുന്നതുവരെ മദ്യപിച്ചിരുന്നതിനാൽ നാബാലിന്റെ ഹൃദയം ഉന്മത്തമായിരുന്നു. അതിന് നേരം വെളുക്കും വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. പ്രഭാതത്തിൽ നാബാലിന് ലഹരി ഇറങ്ങിയപ്പോൾ അവന്റെ ഭാര്യ അവനോട് ഇക്കാര്യം അറിയിച്ചു. അത് കേട്ടപ്പോൾ അവന്റെ ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു. 10 ദിവസം കഴിഞ്ഞപ്പോൾ യാഹ്വേ നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചുപോയി. നാബാലിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, നാബാലിന്റെ കയ്യിൽ നിന്ന് എനിക്കുണ്ടായ അപകടത്തിന് ന്യായവിധി ഉണ്ടായിരിക്കുന്നു. തന്റെ ദാസനെ തിന്മ ചെയ്യാതെ തടഞ്ഞു നിർത്തിയ യാഹ്വേക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടത യാഹ്വേ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു. അനന്തരം ദാവീദ് അബിഗായിലിനെ തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് അവളെ അറിയിക്കാൻ ആളെ അയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ കർമ്മലിയിൽ അബിഗായിലിന്റെ അടുത്ത് ചെന്ന് അവളോട് പറഞ്ഞു, നീ ദാവീദിന്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് നിലം പറ്റി താണു തൊഴുത് പറഞ്ഞു, ഇതാ ഈ ദാസി എൻ്റെ യജമാന്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ്. ഉടനെ അബിഗായിൽ എഴുന്നേറ്റ് കഴുതപ്പുറത്ത് കയറി 5 തോഴിമാരോടൊപ്പം ദാവീദിന്റെ ഭൃത്യന്മാരുടെ കൂടെ ചെന്ന് അവന് ഭാര്യയായി തീർന്നു. ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറയാനില്ല, നമുക്ക് നേരമില്ല. അപ്പോൾ പഴയ നിയമത്തിൽ വിശുദ്ധരെയും കത്തോലിക്ക സഭ ഓർക്കുന്നുണ്ട് എന്നതിന് ഒരു തെളിവാണ് നമ്മുടെ പൂർവ്വ മാതാവായ അബിഗായിൽ ദാവീദിന്റെ ഭാര്യയായി തീർന്ന, ആദ്യം നാബാൽ എന്ന് പറഞ്ഞ ഒരു വിഡ്ഢിയുടെ ഭാര്യയായിരുന്നു. അങ്ങോര് മരിച്ചപ്പോൾ ആ വിധവയെ ദാവീദ് കല്യാണം കഴിച്ചു, അബിഗായിൽ. അബിഗായിലിനോടൊപ്പം ഇന്ന് നമ്മൾ ഓർക്കുന്ന മറ്റ് വിശുദ്ധര്, അബ്ദോൻ ദ ജഡ്ജ്, എഗിദിയൂസ് ഓഫ് സൺസെപ്പോൾക്രോ, അഗിയ, അംബ്രോസീനിയൻ ഓഫ് അർമേനിയ, അനയ ഓഫ് കോമോ, അർഖാനുസ് ഓഫ് സൺസെപ്പോൾക്രോ, അരയാൾഡോ ഓഫ് ബ്രഷ്യ, കൊളംബ ഓഫ് മൗണ്ട് പ്രകാസ്റ്റെലോ, കോൺസ്റ്റാൻസിയൂസ് ഓഫ് അക്വിനോ, ഡൊണാത്തുസ് ഓഫ് സെന്തിയാനും, ദുക്സെലീനെ ഓഫ് ദിഗ്നെ, ഫെലിക്സ് ഓഫ് സെന്തിയാനും, ഫിർമീനോസ് ദ യങ്ങർ, ഗീലസ് ഓഫ് കസ്തനേദ, ഗിയോവാന സൊദേറിനി, ഗിലിയാന ഓഫ് കൊളാൽത്തോ, ഗിയസ്തീനോ ഓഫ് പാരീസ്, ഇബ്സാൻ ദ ജഡ്ജ്, ജോഷുവ ദ പെട്രിയാർക്ക്, ലെത്തൂസ് ഓഫ് ദാക്സ്, ലൂയിഗി കൊൺസീസോ, ലൂപ്പസ് ഓഫ് സെൻസ, ലിഥാൻ, നിവാർഡ് ഓഫ് റെയിംസ്, റെഗുലസ്, സിമോനെ പോൻസ, സിനീസിയൂസ് ഓഫ് റെയിംസ്, സിക്സ്റ്റസ് ഓഫ് റെയിംസ്, ടെറൻസിയൻ ഓഫ് ടോഡി, വെറേന ഓഫ് സൂറിക്, വിക്ടോറിയസ് ഓഫ് ലെമാൻ, വിൻസെന്റ് ഓഫ് സൈൻദസ്. All holy bishops of Como, Italy, exiles of Campania, Adjutor, Augustus of Caserta, Canion, Castrensis, Elpidius of Atella, Heraclius, Marcus, Priscus of Capua, Rosius, Secundinus, Tamarus, Vindonius, 12 holy brothers. Martyred in the Spanish Civil War, martyred hospitallers of St. John of God, 12 പേരും. Agustin Navarro Iniesta, Alfonso Sebastián Vinales, Amparo Carbonell Munoz, Andres Iniesta Egea, Antonio Lorza Munoz, Carmen Moreno Benitez, Francesc Trullen Gillis Barza, Joaquim Pallerola Feu, José de la Cruz García Arevalo,
Jose Pras Sanjuan, Joseph Samso Elias, Juan Jose Eguia Rodriga, Julian Villanueva Alza, Manuel Mateo Calvo, Maximiano Fiaro Perez, Pedro Meca Moreno, Pedro Rivera, Pio Ruiz de la Torre, Thomas Galipienso Perlada, Cassius of Sardinia, Isabel ക്രിസ്റ്റീന മ്രാദ് കാമ്പോസ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.